ആർ ശ്രീജിത്തിലേക്ക്. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. SKN എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ UDF ക്യാമ്പ് വലിയ തോതിലുള്ള ആത്മവിശ്വാസത്തിലാണ്. അവിടെ മുഖ്യമന്ത്രി ചർച്ചകൾ തകൃതിയായി നടക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് സജീവമായി ഉയർന്നു കേൾക്കുന്നത്. രമേശ് ചെന്നിത്തലയും VD സതീശനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണെങ്കിൽ KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ കേരളത്തിൽ മുന്നണിയെ നയിച്ചവരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ 3 പേരിൽ ആർക്കാണ് നറുക്ക് വീഴുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് MLA-മാരിൽ ഭൂരിപക്ഷം പേർ നിർദ്ദേശിക്കുന്ന ആൾക്കായിരിക്കും പ്രഥമ പരിഗണന. ഒപ്പം തന്നെ ഹൈക്കമാൻഡ് തീരുമാനവും അനുകൂലമായി വന്നാൽ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് ഒരു നേതാവിന് കടന്നു വരാൻ കഴിയൂ. അതുകൊണ്ട് അത് ലക്ഷ്യം വെച്ചുള്ള കരുനീക്കങ്ങൾ വളരെ ശക്തമാണ്. MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാനായി ഓരോ നേതാക്കന്മാരുടെയും ഇടപെടലുകൾ വളരെ ശക്തമായി തന്നെ നടക്കുന്നു. ഇതിനിടെയാണ് കണ്ണൂരിലും ഒപ്പം തന്നെ തൊടുപുഴയിലുമൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നത്. കണ്ണൂരിലും തൊടുപുഴയിലും ഇന്നാണ് ഫ്ലക്സ് ഉയർന്നതെങ്കിൽ ഇന്നലെ മലപ്പുറത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും സതീശനെ ഇകഴ്ത്തിയുള്ള ഫ്ലക്സ് ബോർഡുകൾ സതീശന്റെ തട്ടകമായ എറണാകുളത്തടക്കം ഉയർന്നിരുന്നു. അങ്ങനെ ഫ്ലക്സ് യുദ്ധങ്ങളും സോഷ്യൽ മീഡിയ യുദ്ധവും ഒക്കെ തന്നെ ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് മുഖ്യമന്ത്രിയാകാനുള്ള കരുനീക്കങ്ങളും സജീവമായി നടക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.